ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് പ്രജാക്ഷേമ തൽപരനും ഈശ്വരഭക്തിയുമുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ പ്രജകളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. സ്വന്തം കുടുംബാംഗങ്ങളെ എന്ന പോലെ അതീവ ശ്രദ്ധയോടെയാണ് പ്രജകളെ അദ്ദേഹം പരിപാലിച്ചത്. അങ്ങനെയിരിക്കെ ആ രാജ്യത്ത് ഒരുപാട് നാൾ മഴ പെയ്തില്ല. കഠിനമായ വരൾച്ചയിൽ രാജ്യത്തെ പ്രജകളെല്ലാം വലഞ്ഞു. മഴ പെയ്യാനായി രാജാവ് ധാരാളം നാമജപവും പൂജകളും ഹോമവും എല്ലാം നടത്തി. ഒന്നിനും ഒരു ഫലമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പൂജയിലും ഭക്തിയിലും ജനങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങി. ഇത്രയും കാലം വളരെ നന്നായി പരിപാലിച്ചതെല്ലാം മറന്ന് പ്രജകൾ രാജാവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ പ്രജകളെല്ലാം പറഞ്ഞു, രാജാവ് നല്ലവനല്ലാത്തത് കൊണ്ടാണ് പ്രജകൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. വെറുതെ നാമജപവും പൂജയും കൊണ്ട് എന്ത് കാര്യം? രാജ്യത്തെ വരൾച്ചയെ മറികടക്കാനുള്ള വഴിയല്ലേ നോക്കേണ്ടത്? ഇതെല്ലാം കേട്ട് രാജാവിനെ വളരെ വിഷമമായി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, അവിടുന്ന് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എൻ്റെ പ്രജകളെല്ലാം വല്ലാതെ ദുഃഖം അനുഭവിക്കുന്നു. എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചുവോ എങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കി തന്നാലും. എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് അടിയനെ മനസ്സിലാക്കി തരാൻ കൃപയുണ്ടാകണേ പ്രഭു. അന്ന് രാത്രി ഭഗവാൻ രാജാവിനെ സ്വപ്ന ദർശനം നൽകി. ഭഗവാൻ പറഞ്ഞു, അല്ലയോ രാജൻ, ഒട്ടും വിഷമിക്കണ്ട. നീ എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ തന്നെയാണ്. നിന്റെ കർമ്മങ്ങൾക്കോ പ്രവൃത്തികൾക്കോ ഒട്ടും പിഴവ് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ രാജ്യത്ത് തന്നെ എൻ്റെ ഒരു പരമഭക്തനുണ്ട്. അദ്ദേഹം വന്ന് ഭജന പാടി ആനന്ദ നൃത്തം ചെയ്താലേ ഈ രാജ്യത്ത് മഴ ലഭിക്കുകയുള്ളൂ. രാജാവ് വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, അത് ആരാണെന്ന് കൂടി പറയാനുള്ള ദയവുണ്ടാകണേ പ്രഭു. ഭഗവാൻ പറഞ്ഞു, രാജാതിർത്തിയിലുള്ള കൽമണ്ഡപത്തിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. ഇത് കേട്ട് രാജാവിനെ വളരെ അത്ഭുതമായി. തൻ്റെ രാജ്യത്ത് ഭഗവാനെ പ്രിയപ്പെട്ട ഒരു ഭക്തനോ? അതാരായിരിക്കും? പിറ്റേന്ന് രാവിലെ രാജാവും പരിവാരങ്ങളും അദ്ദേഹത്തെ അന്വേഷിച്ച് കൽമണ്ഡപത്തിലെത്തി. അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് എല്ലാവരുടെയും മുഖം മങ്ങി. ഈശ്വര സൃഷ്ടിയിലെ ഒരു വൈചിത്രമായ അയാളെ എല്ലാവർക്കും അറിയാം. ആണും പെണ്ണുമല്ലാത്ത ഒരു ജന്മം എങ്ങനെയെല്ലാമോ ഈ നാട്ടിൽ വന്നു പെട്ടതാണ്. ജലധി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അയാൾ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചു വന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പാട്ടുപാടി നൃത്തമാടുന്നത് കാണാം. ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങി. കഷ്ടം, ആണും പെണ്ണും അല്ലാത്ത ഭ്രാന്തനാണോ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ? രാത്രി എന്തോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഭ്രാന്ത്? ആരെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു? ഇതെല്ലാം ഈശ്വരൻ പറയുന്നതാണോ? പ്രജകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാജാവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ രാജാവിനെ സ്വപ്നത്തിൽ ഭഗവാൻ തന്നെയാണ് വന്ന് പറഞ്ഞതെന്ന് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. രാജാവ് ജലധിയോട് തൻ്റെ സ്വപ്ന ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. സാധാരണ ആരുടെ വാക്കുകളും കേൾക്കാതെ ജീവിച്ചിരുന്ന ജലധി രാജാവിനെ അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ഞാൻ അത്ര വലിയ ഭക്തനൊന്നുമല്ല. ഭഗവാനെ എന്നോടുള്ള കാരുണ്യം കൊണ്ട് പറഞ്ഞതാകാം. രാജാവ് പറഞ്ഞു, ഭഗവാൻ തന്നെയാണ് എനിക്ക് അങ്ങയെ കാണിച്ചു തന്നത്. ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അങ്ങ് എന്നോടൊപ്പം വരണം. ഭഗവാന്റെ നിയോഗം അങ്ങനെയെങ്കിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. മാത്രമല്ല, ആ കരുണാമയൻ എന്നോട് ഭജന പാടുവാനല്ലേ പറഞ്ഞത്? അത് മാത്രമേ എനിക്ക് ആനന്ദം തരുന്നുള്ളൂ. എനിക്ക് കിട്ടുന്ന ആനന്ദം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ എൻ്റെ സ്വാമി നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഞാൻ വരാം. അടുത്ത ദിവസം രാവിലെ എല്ലാവരും ആ രാജ്യത്തിലെ പ്രധാന മൈതാനത്തിൽ ഒത്തുചേരണമെന്നും ജലധിയോടൊപ്പം അഖണ്ഡ നാമജപവും ഭജനയും ചെയ്യണമെന്നും രാജാവ് പെരുമ്പറ കൊട്ടി രാജ്യത്തെ ജനങ്ങളെ അറിയിച്ചു. പലരും രാജാവിനെ പരിഹസിച്ചു. രാജാവല്ലേ, ഒന്നും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അത് അനുസരിച്ചു നാമജപത്തിന് എത്തിച്ചേർന്നു. പ്രസന്നമായ മുഖത്തോടെ ജലധിയും എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുടയും ഉണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. ആർക്കും ആ നാമജപത്തിൽ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജാവ് ജലധിയുടെ ഭക്തിയിലും ഭഗവാന്റെ വാക്കിലും ദൃഢമായി വിശ്വസിച്ചു. അതുകൊണ്ട് രാജാവിൻ്റെ കയ്യിലും ഒരു കുടയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് നാമജപം തുടങ്ങി.
ജലധിയുടെ നാമഭജനയിൽ എല്ലാവരും അറിയാതെ മുഴുകിപ്പോയി. സമയം വല്ലാതെ നീണ്ടുപോയി. ഭജനയുടെ രസത്തിൽ ജലധി ആനന്ദത്തോടെ നൃത്തം വയ്ക്കാൻ തുടങ്ങി. രാജാവും അദ്ദേഹത്തോടൊപ്പം നൃത്തം വെച്ചു. മഹാരാജാവ് നൃത്തം വയ്ക്കുന്നത് കണ്ട് എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. ഭജന അവസാനിക്കാറായി. മഴയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ആകാശം തെളിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും മഴ പെയ്യാൻ പോകുന്നില്ല എന്ന് രാജാവ് കേൾക്കെ തന്നെ പ്രജകൾ പരിഹസിച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ കയ്യിലുള്ള കുട നിവർത്തി പിടിച്ച് ഭക്തിരസത്തിൽ മുഴുകി രാജാവും ജലധിയും ആനന്ദത്തോടെ നൃത്തം തുടർന്നു. ജനങ്ങളെല്ലാവരും കുറച്ച് അകലെ എത്തിയതും രാജാവും ജലധിയും നിൽക്കുന്ന ഭാഗത്ത് മാത്രം അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ പ്രജകളെല്ലാം അത്ഭുത സ്തബ്ധരായി നിന്നു. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ജലധിയും രാജാവും അവരുടെ കയ്യിലെ കുട കളഞ്ഞ് മഴയിൽ ആനന്ദ നൃത്തം ചെയ്യുകയാണ്. അവരുടെ അടുത്ത് മാത്രമേ മഴ പെയ്യുന്നുള്ളൂ. ഒരു പ്രത്യേക പരിധി കഴിഞ്ഞ് ഒരു തുള്ളി പോലും മഴയില്ല. ജനങ്ങൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവർ ഉടനെ തന്നെ രാജാവിൻ്റെയും ജലധിയുടെയും പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കും അങ്ങയുടെ കാരുണ്യവർഷം അനുഭവിക്കാൻ അനുഗ്രഹിക്കണമേ. പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു അശരീരി കേട്ടു. എൻ്റെ ഭക്തരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കഷ്ടതകളെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ തന്നെ ജലധിയെയും ഞാൻ സൃഷ്ടിച്ചതാണ്. കാലദേശങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും അനുസരിച്ച് ഓരോ സൃഷ്ടിയും ഉണ്ടാകുന്നു. ഇത്രയും നാൾ നിങ്ങളെ മക്കളെ പോലെ കരുതിയ രാജാവിനെ ഒരു കഷ്ടത വന്നപ്പോൾ നിങ്ങൾ കുറ്റം പറഞ്ഞു. നിങ്ങളുടെ കഷ്ടതകൾക്ക് രാജാവോ ഈശ്വരനോ അല്ല കാരണം, നിങ്ങളുടെ തന്നെ കർമ്മഫലങ്ങളാണ്. ഇത് കേട്ട് എല്ലാവരും പാശ്ചാത്താപമായി. ജലധി പറഞ്ഞു, സാരമില്ല, ഭഗവാൻ കരുണാമയനാണ്, നിങ്ങളോട് ക്ഷമിക്കും. ഇനിയുള്ള അല്പനേരമെങ്കിലും എല്ലാവർക്കും കൂടി നാമജപം ചെയ്യാം. അങ്ങനെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഭക്തിയോടുകൂടി എല്ലാവരും നാമജപം ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ രാജ്യത്തെ വരൾച്ച ഇല്ലാതാവുകയും രാജാവും പ്രജകളും വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. നമ്മുടെ അവിശ്വാസമാണ് പലപ്പോഴും ഭഗവാൻ തരുന്ന കാരുണ്യത്തെ തട്ടി നീക്കുന്നത്. അത് മനസ്സിലാക്കാതെ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരരുത്. നമ്മുടെ വിപരീത ചിന്താഗതിയാണ് വന്നു ചേരുന്ന നന്മകളെ പോലും വഴിമാറ്റി വിടുന്നത്. ഒന്നിനെയും പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യാൻ പാടില്ല. എല്ലാ സൃഷ്ടികളും ഭഗവാന്റെയാണ്. എല്ലാവരിലും ഭഗവാനെ കാണാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനസ്സുകളുടെ കൂടെ മാത്രമേ ഭഗവാൻ ഉണ്ടാവുകയുള്ളൂ. ഒരു ഭാഗത്ത് ഞാൻ ഭഗവാന്റെ വലിയ ഭക്തയാണ് അല്ലെങ്കിൽ ഭക്തനാണ് എന്ന് പറഞ്ഞ് മറുഭാഗത്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുക, കൂടപ്പിറപ്പുകളോട് ദ്രോഹം കാണിക്കുക, അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വയം അവർ ഭഗവാന്റെ ഭക്തരാണെന്ന് വിശേഷിപ്പിച്ചാലും ഭഗവാന്റെ ഒരു കാരുണ്യം പോലും അവർക്കുണ്ടാവില്ല. ഭഗവാന്റെ ഭക്തനാകാൻ യോഗ്യത എന്ന് പറയുന്നത് മനസ്സിൽ പരിശുദ്ധമായ ഭക്തി കൊണ്ട് നടക്കുന്ന ആളാകണം എന്നാണ്. മാത്രമല്ല വിനയം, ഭഗവാനെ വിളിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വിനയമാണ്. അഹങ്കാരമില്ലാതെ എല്ലാ സൃഷ്ടിയിലും ഭഗവാനെ കണ്ട് എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറി ജീവിക്കുന്ന ആളാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ. ഭഗവാന്റെ ഭക്തനാണെന്നും പറഞ്ഞ് കുറേ ദ്രോഹങ്ങൾ ചെയ്ത് നടക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ അഹങ്കാരമില്ലാത്തതും വിനയത്തോടു കൂടിയുമായ ശുദ്ധഭക്തി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.